ഹായ്, വെൽക്കം ടു ബ്യൂറോ ടോക്സ്. എൻ്റെ പേര് എലിസബത്ത്. നമ്മളെല്ലാവരും കണ്ടന്റ് റൈറ്റർ എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആരാണ് ഈ കണ്ടന്റ് റൈറ്റർ? എന്താണ് ഇവർ ചെയ്യുന്നത്? ഇതിനെപ്പറ്റി അറിയാൻ ഇന്ന് നമ്മുടെ കൂടെ ഒരാളുണ്ട്. ദിസ് ഇസ് അഞ്ജയ് രമേശ്. അഞ്ജയ് സോഷ്യൽ ബ്യൂറോയിൽ കണ്ടന്റ് റൈറ്ററാണ്. സോ അഞ്ജയ്, എന്താണ് ഈ കണ്ടന്റ് റൈറ്റിംഗ്? എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? ഒരുപാട് പേർക്ക് ഈ ഡൗട്ട് വരാറുണ്ട്. കാരണം എല്ലാവരും ഈ ഒരു പേര് യൂഷ്വലി കേൾക്കുന്നതാണ് കണ്ടന്റ് റൈറ്റർ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നോവൽസ് എഴുതുന്ന ആളാണോ, അതോ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണോ, അതോ ഇനി ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അവരുടെ പേജസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ മാനേജർ, ആ ഒരു പൊസിഷന് വേണ്ടിയിട്ടുള്ള ആളാണോ, അതൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. ശരിക്കും കണ്ടന്റ് റൈറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മാൻ ഹൂ എഡ്യൂക്കേറ്റ്സ്, ദ മാൻ ഹൂ ഇൻഫോംസ്, ദ മാൻ ഹൂ ക്രിയേറ്റ്സ്. അതാണ് ശരിക്കും ഒരു കണ്ടന്റ് റൈറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഒരു ഐഡിയ അതിന് ജീവൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് കണ്ടന്റ് റൈറ്റർ. അതിനകത്ത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ലൈക്ക് ബ്ലോഗ് റൈറ്റേഴ്സ് ഉണ്ട്, ആർട്ടിക്കിൾ റൈറ്റേഴ്സ് ഉണ്ട്, ആഡ് കോപ്പി റൈറ്റേഴ്സ് ഉണ്ട്, സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ് ഉണ്ട്, സ്റ്റോറി റൈറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. ഇതെല്ലാം ഒന്നിച്ച് ഒരു കുടക്കീഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കണ്ടന്റ് റൈറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ കണ്ടന്റ് റൈറ്ററിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ബ്ലോഗ്സ്, ആഡ്സ്, സ്ക്രിപ്റ്റ് എല്ലാം. ഇതിന് ഓരോന്നിനും നിങ്ങൾ ഓരോ ടോൺ സെറ്റ് ചെയ്യും. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? നല്ലൊരു ചോദ്യമാണ്. കണ്ടന്റ് റൈറ്റേഴ്സ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിലാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ചില കണ്ടന്റ് റൈറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എഴുതാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർ ബ്ലോഗ് റൈറ്റിംഗ് അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങിലോട്ട് നോക്കും. ചിലർക്ക് ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ടുള്ള കണ്ടന്റ് എഴുതാനാണ് ഇഷ്ടം. അങ്ങനെയുള്ളവർ ആഡ് കോപ്പീസ് എഴുതുന്നതിനായിട്ട് പോകും. ആഡ് കോപ്പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിൽ ബോർഡ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, ഇത്തവണത്തോണം പൊടിപൂരം, അങ്ങനത്തെ ചെറിയ ചെറിയ കണ്ടന്റ്സ് എഴുതുന്നത് ആഡ് കോപ്പി എന്ന് പറയും. സോ ഇതിൽ നിന്നൊരു അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ഏതൊരു കണ്ടന്റ് റൈറ്ററിനും ഇറ്റ്സ് ലൈക്ക് എ കമേലിയൻ. കണ്ടന്റ് റൈറ്റേഴ്സിന് ഏതൊരു മോഡൽ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ അറിയാം. അവരതനുസരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ്, അതിന് വേണ്ടിയിട്ടുള്ള റീസർച്ചും കാര്യങ്ങളും ചെയ്യും. അതാണ് മെയിൻലി അവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി കോമൺ ആയിട്ട് എല്ലാവർക്കും തന്നെ ഉള്ളൊരു സംശയമാണ്, എന്താണ് ഈ കോപ്പി റൈറ്റിംഗ്, എന്താണ് ഈ കണ്ടന്റ് റൈറ്റിംഗ്? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വളരെ സിമ്പിളാണ്. കണ്ടന്റ് റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു ഇൻഫോം, ഇറ്റ് ഈസ് ടു എഡ്യൂക്കേറ്റ്, നോളജ് ബേസ് ചെയ്തിട്ടുള്ളതാണ് കണ്ടന്റ് റൈറ്റിംഗ്. മനസ്സിലായി? പക്ഷേ കോപ്പി റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് ടേക്ക് ആക്ഷൻ ഇമ്മീഡിയറ്റ്ലി. ഒരു ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ്, അവരെ കൊണ്ട് എങ്ങനെ ഒരു ആക്ഷൻ പെട്ടെന്ന് എടുപ്പിക്കുക, അതിനാണ് കോപ്പി റൈറ്റിംഗ് യൂസ് ചെയ്യുന്നത്. കണ്ടന്റ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഫോർ ഇൻഫോർമേറ്റ്, നോട്ട് ടു ടേക്ക് എൻ ആക്ഷൻ. ഓക്കെ, ഇനി റൈറ്റിംഗ് ഒരു കരിയറായിട്ട് തന്നെ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? ചെറുപ്പം തൊട്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സ്കൂളിൽ പഠിക്കുമ്പോഴായാലും ഒരു ഉപന്യാസ രചന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ചെറുപ്പം മുതലേ തന്നെ സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. കഥകൾ, നോവലുകൾ എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ഇതൊരു കരിയറായിട്ട് ചൂസ് ചെയ്തുകൂടാ? കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ലൈക്ക് ക്രിസ്റ്റഫർ നോളൻ അല്ലെങ്കിൽ ജെയിംസ് കാമറോൺ, അങ്ങനെയുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. അവരുടെ തന്നെ ഒരുപാട് റൈറ്റപ്സ് ഉണ്ട്, ഡോക്യുമെൻ്ററി റൈറ്റപ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വായിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അവരുടെ ആ ഒരു ലീഡാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഈ ഒരു കരിയർ ചൂസ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൽ ഹാസൻ സാറാണ്. He was a wonderful screenplay writer. So he inspired me to become a content writer. To become a writer, not just content, to become a writer. As a writer, in your life, pride ആയിട്ട് കാണുന്ന ഒരു സംഭവം എന്തായിരിക്കും? പ്രൈഡായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതിയ ഒരു ബ്ലോഗ്, അത് വായിച്ചിട്ട് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ വാസ്തുശാസ്ത്ര. ഓക്കെ, സോ ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലായിരുന്നു ആ ഒരു ബ്ലോഗ് ഞാൻ എഴുതി. ആ ബ്ലോഗ് കണ്ടിട്ട് ഈ വാസ്തുവിനെ പറ്റി അറിയാൻ ഒരുപാട് താല്പര്യമുള്ള ഒരു വ്യക്തി, പേര് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ ആ വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് ഹി ആക്ച്വലി ഹഗ്ഡ് മീ ഫോർ ദാറ്റ് ബ്ലോഗ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു പ്രൈഡ് തന്നെയാണ്. കാരണം ഞാൻ എഴുതിയ ഒരു ബ്ലോഗാണ്. എനിക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് ഞാൻ വാസ്തുവിനെ പറ്റി എഴുതിയാണ്. ഞാൻ എഴുതിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് എഴുതിയപ്പോൾ ഇങ്ങനെ ഒരാളുടെ അടുത്ത് നിന്ന്
പെട്ടെന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. സോ അത് വല്ലാത്തൊരു പ്രൈഡാണ്. ഇനി നെക്സ്റ്റ് ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് റൈറ്റിംഗ് വാസ് കമ്പയർഡ് ടു കുക്കിംഗ്, എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു സിഗ്നേച്ചർ ഡിഷ്? ഐ തിങ്ക് ഒരു ഫ്യൂഷൻ താളി. ഓക്കെ. കാരണം എനിക്ക് എല്ലാ ഫ്യൂഷൻ താളി ഞാൻ പറയാൻ കാരണം എനിക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്. ലൈക്ക് ഹ്യൂമർ, സൈഫൈ, അല്ലെങ്കിൽ ഹൊറർ, ത്രില്ലർ, സസ്പെൻസ്, ഇങ്ങനത്തെ ഓരോ ജോൺറാസും പലരും എഴുതുന്നുണ്ട്. സോ എനിക്കതൊരു ഫ്യൂഷൻ ആയിട്ട് ഒരു സ്റ്റോറി ആയിട്ട് എഴുതണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു ടാസ്ക് തരികയാണ്. യു ആർ ഗിവൺ എ പെൻ ദാറ്റ് നെവർ റൺസ് ഔട്ട്. അതിനെ സെല് ചെയ്യാൻ ഒരു 10 വേർഡ്സിൽ എങ്ങനെ സെല് ചെയ്യും? സോ ഒരു സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു കോപ്പി റൈറ്റിംഗ് ടാസ്ക് ആണത്. ഓക്കെ. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. ക്രിയേറ്റിവിറ്റി നെവർ എൻഡ്സ്. ഇറ്റ്സ് എ ജേർണി. സോ യൂസ് ദിസ് പെൻ. നൈസ്. നമ്മളിപ്പോൾ എന്തായാലും ഒരു കോഫി ഷോപ്പിലാണ്. നെക്സ്റ്റ് ടാസ്ക് കോഫി റിലേറ്റഡ് ആണ്. ഓക്കെ. സോ നമ്മളൊരു കോഫിയുടെ ആഡ് റൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പണിംഗ് ലൈൻ എങ്ങനെയായിരിക്കും? നല്ലൊരു ടാസ്ക് ആണ്. പറഞ്ഞു തീർന്നു. കോഫി താങ്ക് യു. സോ നല്ലൊരു ടാസ്ക് ആണ്. സോ ബേസിക്കലി ഒരു കോഫിയുടെ ഒരു ടാഗ് ലൈൻ ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓഡിയൻസിനെ ടച്ച് ചെയ്യാൻ നോക്കണം. ഓഡിയൻസ് അതുമായിട്ട് റിലേറ്റബിൾ ആവണം. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നേച്ചർ ആ ഒരു സിറ്റുവേഷനിൽ കോഫി കുടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മോർണിംഗ്. സോ ഞാൻ കൊടുക്കുന്ന ടാഗ് ലൈൻ എന്ന് പറയുമ്പോൾ ഗ്രാബ് എ കപ്പ് ഓഫ് കോഫി ഡ്യൂറിങ് ദ നേച്ചേഴ്സ് ടൈം. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത്, സപ്പോസ് നിങ്ങളുടെ ക്ലയൻറ്റ് വന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത വർക്ക് അത്ര എൻഗേജിങ് അല്ല, അല്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? അത് ഒരുപാട് വന്നിട്ടുണ്ട്. അതൊരു കണ്ടന്റ് റൈറ്റേഴ്സിന് എല്ലാവർക്കും റിലേറ്റബിൾ ആണ്. കാരണം നമ്മൾ ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ബ്ലോഗ്സ് ആയാലും ആർട്ടിക്കിൾസ് ആയാലും നമ്മളിതെല്ലാം സബ്മിറ്റ് ചെയ്യും. ലാസ്റ്റ് എന്നിട്ട് ക്ലയൻറ്റ് പറയും എനിക്കിതൊന്നും നല്ല വേണ്ടതെന്ന് പറയും. കാരണം എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരുപാട് AI ടൂൾസ് ഒക്കെ ഉണ്ട്, ChatGPT അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്കൊരിക്കലും ഒരു ഓർഗാനിക് കോണ്ടന്റ് ആയിട്ട് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. സോ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ക്ലയൻറ്റ് അങ്ങനെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി ചെയ്യുന്ന അവർക്ക് എന്താണ് ആവശ്യം, അവർക്ക് എന്ത് ഹുക്കാണ് വേണ്ടതെന്ന് ഞാൻ ആദ്യം ചോദിക്കും. അപ്പോൾ അവർ അവരുടേതായിട്ടൊരു ഐഡിയ വെച്ചിട്ടുണ്ടാവും. ലൈക്ക് ഇഫ് ദ ബ്ലോഗ് ഈസ് റിലേറ്റഡ് ടു കോർപ്പറേറ്റ് ഫീൽഡ് ഓർ IT ഫീൽഡ്, അപ്പോൾ അവർക്കൊരു ഹുക്ക് കാണും. അവരത് എന്നോട് പറയുമ്പോൾ ഞാൻ ആ ഒരു ഹുക്കിന് വേണ്ടി, അതായത് ഒരു കീവേഡ്, കണ്ടന്റ് റൈറ്റേഴ്സിൻ്റെ ഇടയിൽ പറയുന്നൊരു വേർഡാണ് കീവേഡ്. അപ്പോൾ ആ കീവേഡ്സ് ഞാൻ സെർച്ച് ചെയ്യും, അതിൻ്റെ വോളിയൂംസ് സെർച്ച് ചെയ്യും, അത് എത്രത്തോളം ആൾക്കാരിൽ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ട് അതിന് വേണ്ട നെസസറി ചേഞ്ചസ് ചെയ്തിട്ട് സർ ദിസ് ഈസ് ദ ഫൈനൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. എന്നാലും പിന്നെയും ചേഞ്ചസ് ഒക്കെ വരും. ചിലപ്പോൾ ചില ടേംസ് അവർക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ടേംസ് എന്ന് പറയുമ്പോഴാണ്, ഞാൻ പണ്ടൊരു ബ്ലോഗ് എഴുതിയിട്ടുണ്ടായിരുന്നു, ലൈക്ക് ദ ഹയസ്റ്റ് ഇന്റീരിയർ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ ഹയസ്റ്റ് മറ്റേ ബ്രോബ്ഡിനാഗിൻ എന്ന് പറഞ്ഞിട്ട് ടേം കൊടുത്തു. എനിക്കൊന്നും ഒരുപാട് അധികം കേട്ടിട്ടില്ല. ബ്രോബ്ഡിനാഗിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, വലിയൊരു ഇന്റീരിയർ, അത്രേ ഉള്ളൂ അതിന് മീനിങ്. പക്ഷെ ആ ഒരു വേർഡ് കൊടുത്തപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്റെ ക്ലയന്റ് പറഞ്ഞു പറ്റില്ല, ഇതൊന്നും ആൾക്കാർക്ക് മനസ്സിലാവില്ല, ചേഞ്ച് ചെയ്യാൻ പറയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലോഗ് എഴുതാൻ തരാണ്, പക്ഷെ അതിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു ടോപ്പിക്. സപ്പോസ് ക്വാണ്ടം ഫിസിക്സ്, അങ്ങനെ ഒരു ടോപ്പിക് നിങ്ങൾക്ക് തരാണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യമൊന്ന് പേടിക്കും. അതിൽ മറ്റേ കൊച്ചുകുട്ടിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ നീന്താൻ കുളത്തിൽ കൊണ്ടിട്ടില്ലേ, അതുപോലാണ് നമുക്ക് അറിയാത്തൊരു ടോപ്പിക്കിനെ പറ്റി എഴുതുന്നത്. പക്ഷെ എന്നാലും ഒരു ധൈര്യം ഉണ്ടാവുള്ളൂ, നമുക്കത് ചെയ്യാൻ പറ്റും എന്നൊരു ഗട്ട്സ് എല്ലാ റൈറ്റേഴ്സിനും ഉണ്ട്. പിന്നെ അവർക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും ചില വേർഡ്സ്. സോ ബേസിക്കലി ഇതിൻ്റെ റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി റിസർച്ചിങ് ആണ്. ക്രിയേറ്റിവിറ്റി ഒരു 80% ഉണ്ടെങ്കിലും 20% കംപ്ലീറ്റ്ലി റിസർച്ച് ആണ്. സോ ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സ് ആണ് എനിക്കിപ്പോൾ ടോപ്പിക്കായിട്ട് തരുന്നതെങ്കിൽ ഒബ്വിയസ്ലി ക്വാണ്ടം ഫിസിക്സിനെ പറ്റി ഞാൻ റിസർച്ച് നടത്തണം. അപ്പം ഞാൻ ഈ ക്വാണ്ടം ഫിസിക്സിനെ പറ്റി പറയുന്ന കുറേ ഡോക്യുമെൻ്ററീസ് ഞാൻ കാണും, പോഡ്കാസ്റ്റുകൾ കേൾക്കും. അതുപോലെ തന്നെ ഒബ്വിയസ്ലി ChatGPT ഒക്കെ ഞാനിങ്ങനെ വായിച്ചു നോക്കും. അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് അതിനകത്തുനിന്ന് കുറച്ച് ടേംസ് എടുത്തിട്ട് ബാക്കിയുള്ള 80% ക്രിയേറ്റീവ് ലെവലിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വിടും. അപ്പോൾ അത് കണക്റ്റിംഗ്
കണക്റ്റിംഗ് ആയിരിക്കും. ഓരോ ഹെഡിങ്, സബ് ഹെഡിങ്സ്, ഓരോ സബ് ടാസ്ക്, അത് കണക്റ്റിംഗ് ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്. അതെന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. അങ്ങനത്തെ ഫീഡ്ബാക്ക്സ് വന്നപ്പോൾ എന്താണ് ചെയ്തത്? ഇതിപ്പോൾ പറയുമ്പോൾ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഫീഡ്ബാക്ക്സ് കിട്ടിയിട്ടുണ്ട് ആക്ച്വലി. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളി പറഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾ എഴുതിയ സ്ക്രിപ്റ്റ്. ഒരു സ്ക്രിപ്റ്റായിരുന്നു, ഒരു വീഡിയോ സ്ക്രിപ്റ്റായിരുന്നു, ഒരു ആഡ് ഫിലിമിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾ എഴുതിയ സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ അങ്ങോട്ട് ക്രിയേറ്റിവിറ്റി ഇല്ല. ഞാൻ പറയാം ഇഷ്ടപ്പെട്ടു പക്ഷെ ക്രിയേറ്റിവിറ്റി ഇല്ല. ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ട് ഫീഡ്ബാക്ക് ആണ് അത്. അപ്പോൾ അതിനെ ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റേഴ്സ് പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80% ഓഫ് റൈറ്റേഴ്സും നെഗറ്റീവ് ഫീഡ്ബാക്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. കാരണം ഞങ്ങൾക്കത് വേണം. ഞങ്ങൾക്ക് നെഗറ്റീവ് ഫീഡ്ബാക്സ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന റൈറ്റേഴ്സിനാണ്. ബാക്കിയുള്ള ഫീൽഡിലുള്ളവർക്കും കിട്ടുന്നുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ കിട്ടുന്ന റൈറ്റേഴ്സിനാണ്. കാരണം അവർക്ക് ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് കിട്ടിയാൽ മാത്രമേ അവർക്ക് കൂടുതൽ ക്രിയേറ്റീവ് ലെവൽസിലോട്ട് ആലോചിക്കാൻ പറ്റുള്ളൂ. എല്ലാം പോസിറ്റീവായി കഴിഞ്ഞാൽ അവർ ആ ലെവലിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് പേരാണ് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് എൻ്റെ വർക്ക്സിൻ്റെ. പക്ഷെ അതൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് വന്നു കഴിഞ്ഞാൽ ഐ വിൽ ബി സോ ഹാപ്പി. നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ടോക്കിൻ്റെ ഇടയ്ക്ക് വന്നൊരു ടോപ്പിക്കാണ് AI ടൂൾസ്. ChatGPT ഉണ്ട്, പെർപ്ലെക്സിറ്റി AI ഉണ്ട്. ഇങ്ങനത്തെ AI ടൂൾസിനെ എങ്ങനെയാണ് ഒരു ഫ്രണ്ട് ആയിട്ടാണോ അതൊരു ത്രെറ്റ് ആയിട്ടാണോ കാണുന്നത്? ഇപ്പോഴത്തെ ജെൻസി കുട്ടികളുണ്ടല്ലോ, ബെസ്റ്റി. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ChatGPT AI ടൂൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റേഴ്സിന്റെ ബെസ്റ്റിയാണ്. ഓർഗാനിക് കോണ്ടന്റ് ആണ് വൈഫ്. ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് റൈറ്റിംഗ്, സ്റ്റോറീസ്. അപ്പോൾ ഈ ChatGPT എന്നൊക്കെ പറയുന്ന ഒരു ബെസ്റ്റിയാണ്. ഇൻട്രസ്റ്റിംഗ് കമ്പാരിസൺ ആയിരുന്നു അത്. യൂഷ്വലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ChatGPT യൂസ് ചെയ്യുന്ന ഒരാളാണ്. ChatGPT മാത്രമല്ല, അതുപോലെ വേറെയും കുറേ AI ടൂൾസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ AI ഈസ് നോട്ട് ആൻ എനിമി ടു റൈറ്റേഴ്സ്. AI ഈസ് ലൈക്ക് എ കമ്പാനിയൻ. പക്ഷെ അത് വേഴ്സ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. ലൈക്ക് 1000 വേർഡ്സ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. ഞാൻ ഇപ്പോൾ കൊച്ചിയിൽ ഞാൻ വന്ന ടൈമിൽ ഞാനൊരു ബിൽ ബോർഡ് കണ്ടു, ലൈക്ക് 3 മെയിൻ R's എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ChatGPT എടുത്ത് കാണുമ്പോൾ, റൈറ്റർ ആയിട്ടുള്ള ഒരാൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നമ്മുടെ അയ്യോ ഇവരിങ്ങനെ എന്തിനാ യൂസ് ചെയ്യുന്നത് ഒരു തോട്ട് വരും. പക്ഷെ ചിലർ നല്ലതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് പറഞ്ഞല്ലോ ഒരു ബെസ്റ്റിയാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പെർഫെക്റ്റ് വേൾഡ്, അവിടെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രീം ആഡ്, ഒരു സ്ക്രിപ്റ്റ് എന്തായിരിക്കും? ആ ഒരു ഡ്രീം, ദ വൺ എന്തായിരിക്കും അത്? ദ പെർഫെക്റ്റ് വേൾഡ് എന്ന് പറയുമ്പോൾ എൻ്റെ ഡ്രീം വർക്ക് ആയിരിക്കും ടു റൈറ്റ് എ സ്ക്രീൻ പ്ലേ ലൈക്ക് എ സ്ക്രിപ്റ്റ്. അതായത് എങ്ങനെയാണ് ഒരു റൈറ്റർ ഒരു സ്ക്രീൻ പ്ലേ എഴുതുന്നത് എന്നുള്ള ഒരു റൈറ്റപ്പ് എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, ആലോചിക്കാറുണ്ട്. പക്ഷേ എനിക്കിനി അതിനുവേണ്ടി കുറേ പഠിക്കാനുണ്ട്. ഇറ്റ്സ് നോട്ട് എ ബുക്ക്, ഐ എം നോട്ട് ഗോയിങ് ടു റൈറ്റ് എ ബുക്ക്. പക്ഷെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. ഹൗ വിൽ എ കണ്ടന്റ് റൈറ്റർ റൈറ്റ് എ സ്ക്രിപ്റ്റ്? അതൊരു ഇന്നർ ജേണിയാണ്. അപ്പം അത് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കുറേ പേരുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം ആ ഒരു ആർട്ടിക്കിൾ പുറത്ത് വരും, മേ ബി ത്രൂ മീഡിയ ഇറ്റ് വിൽ കം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ് ജേർണി. ഞങ്ങളുടെ സൈഡിൽ നിന്നും ആ ജേർണിയിലേക്ക് എല്ലാ സപ്പോർട്ടും എല്ലാ വിഷസും. ആൻഡ് താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം വിത്ത് us. Let's meet soon. Thank you. Thank you.